റിയൽമി അവരുടെ ഏറ്റവും പുതിയ റിയൽമി 8 സീരീസിലെ ഫോണുകളായ റിയൽമി 8 പ്രോയും റിയൽമി 8ഉം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി 8 സീരീസ് എന്ന് പറയുമെങ്കിലും നമ്മുടെ റിയൽമി 7 സീരീസുമായിട്ട് നോക്കുമ്പോൾ വലിയ അപ്ഗ്രേഡ് ഒന്നും ഇല്ലാതെയാണ് പുതിയൊരു ജനറേഷനിലെ ഫോൺ ഇറക്കിയിരിക്കുന്നത് റിയൽമി. എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല. കാരണം നമുക്ക് റിയൽമി 7 സീരീസിൽ നിന്നും റിയൽമി 8 സീരീസിലോട്ട് വരുമ്പോൾ വലിയ ഒരു മാറ്റവും വരുന്നില്ല. ആ പാഠം മാറ്റം വരുന്നത് നമുക്ക് റിയൽമി 8 പ്രോയിൽ ഒരു 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ കിട്ടിയിട്ടുണ്ട്, റിയൽമി 8ലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ റിയൽമിയുടെ 7 സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ 6 സീരീസ് തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അപ്ഗ്രേഡ് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പോലും തോന്നാത്ത പോലത്തെ ഫോണുകളാണ് ഇപ്പോൾ റിയൽമി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിയൽമിയുടെ റിയൽമി 8 സീരീസിലെ ഫോണുകളെ പറ്റി വിശദമായി ചർച്ച ചെയ്യാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 8 പ്രോ ആണ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാം, ഇതിൻ്റെ മെയിൻ അതായത് റിയൽമി 7 പ്രോയിൽ നിന്നും റിയൽമി 8 പ്രോയിലോട്ട് വരുമ്പോൾ മെയിൻ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത്, അപ്ഗ്രേഡ് ഒന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാൽ പോലും മെയിൻ ഒരു മാറ്റം വരുന്നത് ഒരു 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ സിമിലർ തന്നെയായിട്ട് നിൽക്കുകയാണ്. റിയൽമി 7 പ്രോയിൽ നിന്നും റിയൽമി 8 പ്രോയിലോട്ട് വരുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കാം. സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഏറെക്കുറെ തന്നിരിക്കുന്നത്. ആ സെയിം ഡിസ്പ്ലേയുടെ കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഏറെക്കുറെ അതേപോലത്തെ ഡിസ്പ്ലേ തന്നെയാണ്. ആ ഒരു ഡയമെൻഷൻസ് ഒക്കെ അതേപോലെ തന്നെ നിൽക്കുകയാണ്. റിയൽമി 7 പ്രോയിൽ ലഭിച്ചിരുന്ന അതേ ഒരു സ്ക്രീനിൻ്റെ ഡയമെൻഷൻസ് ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ, ഒരു പഞ്ച് ഹോളുള്ള AMOLED ഡിസ്പ്ലേ ആണിത്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നമുക്കിത് ലഭിക്കുന്നത്. പല ആൾക്കാരും റിയൽമിയുടെ ഭാഗത്തു നിന്നും ഒരു ഹയർ റിഫ്രഷ് റേറ്റ് AMOLED ഡിസ്പ്ലേ ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഫാൻസ് വരെ അതിനുമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് റിഫ്രഷ് റേറ്റ് 60 ഹെർട്സ് തന്നെയാണ് AMOLED ലഭിച്ചിരിക്കുന്നത്. നമുക്ക് റെഡ്മി നോട്ട് 10 സീരീസിലൊക്കെ ലഭിച്ച പോലെ 120 ഹെർട്സിൻ്റെയോ 90 ഹെർട്സിൻ്റെയോ ഒക്കെ AMOLED ഡിസ്പ്ലേ നമുക്കിതിൽ ലഭിക്കുന്നില്ല. ഇനി ഈ ഫോണിൻ്റെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സർപ്രൈസ് ഒന്നുമില്ല. ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും കുറച്ചുകൂടെ ഫിനിഷ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് റിയൽമി 7 പ്രോയിന് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ വലുതായിട്ട് ഡയറക്റ്റ് ലീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഇനി പ്രത്യക്ഷമായിട്ടുള്ള ഒരു ചേഞ്ച് ഉള്ളത് ആ ഒരു ക്യാമറ അറേക്കാണ്. ഒരു കോഡ് ക്യാമറ അറേ, ഒരു സ്ക്വയറിഷ് ടൈപ്പിലാണ് നമുക്കിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുമാത്രമായിരിക്കും ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം വരിക റിയൽമി 7 പ്രോയിൽ നിന്ന് റിയൽമി 8 പ്രോയിലോട്ട് വരുമ്പോൾ. വേറെ ബാക്കി ഫ്രണ്ടിൽ നോക്കിയാലും എവിടെ സൈഡിൽ നോക്കിയാലും ഒക്കെ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഫോൺ കുറച്ചൊരു സ്ലിമ്മർ ആയിട്ടുണ്ട്. ഒരു 8.7 mm ആയിരുന്നു റിയൽമി 7 പ്രോയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിക്നെസ് ഇതിലോട്ട് വരുമ്പോൾ 8.1 mm ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഫോൺ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുണ്ട്. 172 ഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ് റിയൽമി 7 പ്രോ. നമ്മുടെ റെഡ്മി നോട്ട് 10 സീരീസിലെ ഫോണുകളൊക്കെ കുറച്ചുകൂടെ ഹെവിയാണ്. 192 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വെയിറ്റ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു സ്ലിമ്മർ അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ളൊരു ഫോൺ ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് പെർഫർ ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമി 8 പ്രോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണിൻ്റെ സ്പെക്സാണ്. ഇതാണ് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. ഡിസപ്പോയിൻറ്റിംഗ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് റിയൽമിയുടെ പ്രോ സീരീസിൽ 3 ജനറേഷനായി സെയിം ചിപ്സെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. റിയൽമി 6 പ്രോയിൽ നമ്മൾ കണ്ടത് Snapdragon 720G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അത് നമ്മൾ റിയൽമി 7 പ്രോയിലോട്ട് വന്നപ്പോഴും Snapdragon 720G തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ തന്നെ ആൾക്കാർക്ക് ഇതെന്താണ് അപ്ഗ്രേഡ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ചിപ്സെറ്റ് ഒന്നും വന്നിട്ടില്ല, അങ്ങനെ ഇത് തന്നെ ധാരാളമാണ് എന്നുള്ള രീതിക്കൊക്കെ നിൽക്കായിരുന്നു Snapdragon 720G 6 പ്രോയിലും 7 പ്രോയിലും യൂസ് ചെയ്തപ്പോൾ. ഇപ്പോൾ റിയൽമി 8 പ്രോയിലും Snapdragon 720G തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. 3 ജനറേഷൻ ഓഫ് ഫോണുകളിൽ സെയിം ചിപ്സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. Snapdragon 720Gനെ കുറ്റം പറയുന്നില്ല, ഇപ്പോഴും തരക്കേടില്ലാത്തൊരു ചിപ്സെറ്റ് തന്നെയാണ്. നമുക്ക് Snapdragon 732G ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോയിലൊക്കെ ലഭിച്ചിരുന്ന ആ ഒരു ചിപ്സെറ്റിനെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റാണ്. പക്ഷേ റിയൽമി തന്നെ അവരുടെ Narzo 30 പ്രോയിൽ Dimensity 800U എന്ന് പറഞ്ഞ ചിപ്സെറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഒരു പൊടിക്ക് മുന്നിലാണ്. അതുമാത്രമല്ല അതിൽ നമുക്ക് 5G ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽമി 8 പ്രോ 4G മോഡൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ Snapdragon 720G ഉള്ളത് 4G മോഡൽ തന്നെയാണ്. 5G മോഡൽ ഇനിയും വരാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ചിലപ്പോൾ MediaTek Dimensity 800U ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു ഫോൺ വരുത്താൻ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ Snapdragon 720G ഉള്ള ഈ ഒരു ഫോൺ ഇറക്കിയത് എന്നുള്ള ചോദ്യം കൂടെ വരും. അപ്പോൾ 2 വേരിയൻസിലാണ് റിയൽമി 8 പ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 6GB RAM 128GB സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 8GB RAM 128GB സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയുടെ കാര്യമാണ്. ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു അപ്ഗ്രേഡ് ഉള്ളത് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ
ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 108 മെഗാ പിക്സലാണ് സാംസങ് ISOCELL HM2 എന്ന് പറയുന്ന സെൻസറാണ് ഇതിലെ പ്രൈമറി ക്യാമറ ആയിട്ട് ലഭിക്കുന്നത്. അത് നമ്മൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ കണ്ട അതേ സെൻസറാണ്, Mi 10iൽ കണ്ട അതേ സെൻസറാണ്, സാംസങ് ഗാലക്സി S21 അൾട്ര, അങ്ങനെ ഇഷ്ടംപോലെ ഫോണുകളിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ 108 മെഗാ പിക്സലിൻ്റെ അതേ സെൻസർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്യാമറ കമ്പാരിസനൊക്കെ കുറേ യൂട്യൂബേഴ്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ഏറെക്കുറെ സെയിം ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏറെക്കുറെ സിമിലർ ഔട്ട്പുട്ടൊക്കെയാണ് ലഭിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അവിടെ വ്യത്യാസമുള്ളത് ആ ഒരു കളർ ടോൺസിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ തരക്കേടില്ലാത്ത ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. തരക്കേടില്ലാത്ത എന്നല്ല, ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും മികച്ച ക്യാമറ ഔട്ട്പുട്ടുകളിൽ ഒരെണ്ണം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സെക്കൻഡറി ക്യാമറാസിൽ ഒരു മാറ്റവും വരുന്നില്ല. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്, 2 മെഗാ പിക്സൽ മാക്രോ ഉണ്ട്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 4500 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഒരു ഡൗൺ ഗ്രേഡ് വരുന്നുണ്ട് റിയൽമി 7 പ്രോയിൽ നിന്നും റിയൽമി 8 പ്രോയിലോട്ട് വരുമ്പോൾ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു നമുക്ക് റിയൽമി 7 പ്രോ ലഭിച്ചത്. പക്ഷേ ഇത്തവണ ഇതിലോട്ട് വരുമ്പോൾ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ലഭിക്കുന്നത്. പക്ഷേ ബോക്സിൻ്റെ കൂടെ 65 വാട്ടിൻ്റെ ചാർജർ തന്നെയാണ് ലഭിക്കുന്നത്. റിയൽമി 7 പ്രോ ലഭിച്ച അതേ ചാർജർ തന്നെയാണ് ഇതിലും ലഭിക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ മിസ്ലൈൻസ് കാര്യങ്ങളോ പറയുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. റിയൽമി X7ൽ അത് ലഭിക്കുന്നില്ല. ഹെഡ്ഫോൺ ജാക്ക് നമ്മൾ റിയൽമി 7 പ്രോ ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊന്നും ഒരു മാറ്റമില്ല. പിന്നെ ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും ലഭിക്കുന്നില്ല. IP റേറ്റിംഗോ സ്പ്ലാഷ് പ്രൂഫോ അങ്ങനെയൊന്നും നമുക്കിതിൽ ലഭിക്കുന്നില്ല. ഈ ഫോണിൻ്റെ വില നമുക്ക് റിയൽമി 8 കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. റിയൽമി 8ൻ്റെ കാര്യം നോക്കാം. അപ്പോൾ റിയൽമി 8ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതും നമുക്ക് റിയൽമി 7 കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ആകെപ്പാടെ ആ ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. റിയൽമി 8ൽ നമുക്ക് ലഭിക്കുന്നത് ഒരു 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലഡ് ഡിസ്പ്ലേ ആണ്. ഒരു 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള അമോലഡ് ഡിസ്പ്ലേ ആണ്. ഇതെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ റിയൽമി 7 പ്രോയിലെ അമോലഡ് ഡിസ്പ്ലേ എടുത്ത് ഇതിലോട്ട് വെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് നമുക്കൊരു അമോലഡ് ഡിസ്പ്ലേ വരുന്നു എന്നത് തന്നെ. പക്ഷേ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോയിൽ 120 ഹെർട്സിൻ്റെ അമോലഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. റിയൽമി 8ൻ്റെ ഡിസൈനിനെ പറ്റിയും ബിൽഡിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ റിയൽമി 8 പ്രോയിൽ കണ്ട പോലത്തെ ഒരു ബിൽഡ് തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് ലഭിക്കുന്നത്. ഒരു സ്ക്വയർ ക്യാമറ അറയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ലീപ്പ് എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതും എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാനെന്തായാലും ഇതേപോലെ ഒരു ഫോണിൻ്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ ഫോൺ വാങ്ങിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിൽ ഇത്രയും വലുതായിട്ട് ഡയറക്റ്റ് ലീപ്പ് എന്നൊക്കെ എഴുതിയിട്ട് അതും ആൾക്കാരെ കാണിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എനിക്കും ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ ഫോണിൻ്റെ സ്പെക്സിൻ്റെ കാര്യത്തിലോട്ട് അടക്കാം. സ്പെക്സിൻ്റെ കാര്യത്തിൽ നമുക്കിതിലൊരു അപ്ഡേറ്റും അല്ലെങ്കിൽ അപ്ഗ്രേഡും ലഭിക്കുന്നില്ല. റിയൽമി 7 നോക്കുകയാണെങ്കിൽ റിയൽമി 7 നമുക്ക് ലഭിച്ചത് MediaTek Helio G95 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അതേ ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് ഇതിലും ലഭിക്കുന്നത്. ഒരു മാറ്റവും അതിൽ വരുന്നില്ല. തിരക്കേടില്ലാത്തൊരു ചിപ്സെറ്റ് എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ ഈ ഒരു സെഗ്മെൻറ്റിൽ. റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലും പോക്കോ X3യിലും നമുക്ക് Snapdragon 732G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ വരുന്നില്ല ഈ ഒരു എന്താ പറയുക പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ. റിയൽമി 8ൻ്റെ വേരിയൻസിലോട്ട് കിടക്കാം. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയൽമി 8ൽ ബേസ് വേരിയൻ്റ് ആയിട്ട് ലഭിക്കുന്നത് തന്നെ 128 GB ആണ്. നമുക്ക് 64 GB വേരിയൻറ്റ് വരുന്നില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 3 വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4 GB RAM 128 GB സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റ്, 6 GB RAM 128 GB സ്റ്റോറേജുള്ള സെക്കൻഡ് വേരിയൻറ്റ്, 8 GB RAM 128 GB സ്റ്റോറേജുള്ള ഏറ്റവും ഹയർ എൻഡ് വേരിയൻറ്റ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമി 7ൽ നിന്നുള്ള അതേ ക്യാമറ സെറ്റപ്പ് ഇതിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. അതിലൊരു അപ്ഗ്രേഡും ലഭിക്കുന്നില്ല. 64 മെഗാ പിക്സലിൻ്റെ സോണി IMX682 എന്ന് പറഞ്ഞ സെൻസർ തന്നെയാണ് ഇതിലെ പ്രൈമറി ക്യാമറ ലഭിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉണ്ട്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ഉണ്ട്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 30 വാട്ടിൻ്റെ ചാർജിങ് തന്നെയാണ്. അതും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. റിയൽമി 7ൽ കണ്ട അതേ സാധനം തന്നെയാണ് നമുക്ക് ഇതിലും ലഭിക്കുന്നത്. ഇനി മിസ്ലൈൻസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിലും ഒരു ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്കും ലഭിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസിംഗ് ആണ്. ആദ്യം നമുക്ക് റിയൽമി 8 പ്രോയുടെ പ്രൈസിംഗ് നോക്കാം. ഈ കാണുന്നതാണ് റിയൽമി 8 പ്രോയുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ വില. ഇപ്പോൾ കാണുന്നതാവട്ടെ റിയൽമി 8ൻ്റെ വിലയും. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റിയൽമി 8 പ്രോയുടെ വില തരക്കേടില്ല എന്ന് തന്നെ പറയാനുള്ളൂ. നമുക്ക് റിയൽമി 7 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 2000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. 2000 രൂപ വില കുറച്ചിട്ടുണ്ട്. റിയൽമിക്ക് അറിയാം. അതെ, 20,000 രൂപയ്ക്ക് 6 GB RAM 128 GB സ്റ്റോറേജുള്ള വേരിയൻറ്റ് വിറ്റാൽ ആരും എടുക്കില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. തരക്കേടില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ് റിയൽമി 8 പ്രോ
നമുക്ക് നോക്കുകയാണെങ്കിൽ ബാക്കി കോമ്പറ്റീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാം. അതിനുമുമ്പ് റിയൽമി 8ൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തരക്കേടില്ലാത്ത പ്രൈസ് തന്നെയാണ്. നമുക്ക് റിയൽമി 7 കണ്ട അതേ പ്രൈസിന് തന്നെയാണ് ഈ സാധനം കിട്ടുന്നതെങ്കിൽ കൂടെ നമുക്ക് റിയൽമി 8ൽ ഒരു AMOLED ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് റിയൽമി 7ൻ്റെ ബേസ് വേരിയൻറ്റ് വന്നത് 6GB RAM 64GB സ്റ്റോറേജിലാണ്. അപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. പക്ഷേ റാം 6GB എന്നുള്ളത് മാറി 4GB വീണ്ടും ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് നമുക്ക് റിയൽമി 7ൽ നിന്നും റിയൽമി 8ലോട്ട് വരുമ്പോൾ നടത്തേണ്ടതുണ്ട്. എന്നാലും തരക്കേടില്ലാത്ത പ്രൈസിങ് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ റിയൽമി 8 പ്രോയുടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ ഓൾമോസ്റ്റ് എല്ലാം റിയൽമി 8 പ്രോയിനെക്കാട്ടിലും കുറച്ചുകൂടെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. 120 Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്, Snapdragon 732G ഉണ്ട്. റിയൽമി 8 പ്രോയെ പോലെ തന്നെ ഒരു 108 MP ക്യാമറ ഉണ്ട്. അത് മാത്രമല്ല ഒരു കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള മാക്രോ ക്യാമറ ഉണ്ട്. അങ്ങനെ എങ്ങനെ നോക്കിയാലും കുറച്ചുകൂടെ ബെറ്റർ ഡീലായിട്ട് നമുക്ക് നോട്ട് 10 പ്രോ മാക്സ് തന്നെയാണ് കാണാൻ സാധിക്കുക. പക്ഷേ നമുക്ക് നോട്ട് 10 പ്രോ മാക്സിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB RAM 64GB സ്റ്റോറേജാണ്. അപ്പോൾ നമുക്ക് റിയൽമി 8 പ്രോയിൽ അതേ ഒരു വിലയ്ക്ക് 128GB സ്റ്റോറേജിലെ വേരിയൻറ്റ് ലഭിക്കും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തിരക്കേണ്ടാത്തൊരു പ്രൈസിങ് തന്നെയാണ്. റിയൽമി 8 നോക്കുകയാണെങ്കിൽ കൂടെ തന്നെ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പാരിസണും അവിടെ വരുന്നില്ല. നമുക്ക് റിയൽമി 8നെക്കാട്ടും എന്തുകൊണ്ടും കുറച്ചുകൂടെ മികച്ച ഫോൺ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ തന്നെയാണ്. ഒരു 1000 രൂപ കൂടുതൽ ആണെങ്കിൽ പോലും റെഡ്മി നോട്ട് 10 പ്രോയിൽ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ കണ്ട അതേപോലത്തെ എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. അതായത് ഒരു റിയൽമി 8 പ്രോയുടെ കോമ്പറ്റീറ്റർ തന്നെയാണ് നമുക്ക് റിയൽമി 8ൻ്റെ ഏറെക്കുറെ ഒരേ സിമിലർ വിലയിൽ കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് റെഡ്മി നോട്ട് 10 പ്രോ തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരിക. ഇനി റിയൽമി 8 പ്രോയുടെ ഒരു കോമ്പറ്റീറ്ററും കൂടെ ഉണ്ട്, അത് വരാനിരിക്കുന്നേ ഉള്ളൂ. അത് പോക്കോ X3 പ്രോ ആണ്. പോക്കോ X3 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 860 വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855+ൻ്റെ ഒരു ഓവർക്ലോക്ക്ഡ് വേരിയൻ്റ് ആണ്. എന്നിരുന്നാൽ പോലും ആ ഒരു പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 720G വെച്ചിട്ട് റിയൽമിക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. മിക്കവാറും പോക്കോ X3 പ്രോ ഇറങ്ങുമ്പോൾ റിയൽമി 8 പ്രോയുടെ ഉള്ള എല്ലാ ഹൈപ്പും ഇപ്പോൾ തീരും. പോക്കോ X3 പ്രോയുടെ പ്രൈസിങ് കിടിലമാവാൻ തന്നെയാണ് ചാൻസ്. കാരണം നമുക്ക് യൂറോപ്പിൽ ഇറങ്ങിയ തന്നെ 21,000 രൂപയ്ക്കാണ്. സാധാരണ യൂറോപ്പിൽ ഇന്ത്യൻ വിലയെക്കാട്ടിലും 2,000-3,000 രൂപ കൂടുതൽ തന്നെയാണ് ആവാറ്. അപ്പോൾ ഇന്ത്യയിലോട്ട് ഇറങ്ങുമ്പോൾ മിക്കവാറും ഒരു 17,000 അല്ലെങ്കിൽ 17,000 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും 17,999 രൂപയ്ക്കൊക്കെ ആയിരിക്കും പോക്കോ X3 പ്രോ ഇറങ്ങുന്നത്. അതായത് റിയൽമി 8 പ്രോയുടെ സെയിം വിലയ്ക്ക്. അപ്പോൾ തന്നെ ഒരു കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ നിങ്ങൾ റിയൽമി 8 പ്രോ എടുക്കണോ, ഇപ്പം തന്നെ എടുക്കണമെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ്. പക്ഷേ വെയിറ്റ് ചെയ്യുക, പോക്കോ X3 പ്രോയുടെ പ്രൈസിന് വേണ്ടിയിട്ട് റെഡ്മി നോട്ട് 10 പ്രോ മാക്സും അവിടെ തന്നെ ഉണ്ടല്ലോ. ഇതൊന്നും പോരാതെ റിയൽമി പറഞ്ഞിരിക്കുകയാണ് റിയൽമി 8 സീരീസിൽ 5G വേരിയൻസ് വരാനുണ്ട്, ഏപ്രിലിൽ ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു 5G വേരിയൻറ്റ് ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരിപ്പോൾ ഒരു 4G വേരിയൻറ്റ് ഈ സ്നാപ്ഡ്രാഗൺ 720G ഒരു അപ്ഗ്രേഡും ഇല്ലാതെ റിയൽമി 8 പ്രോ ഒക്കെ ലോഞ്ച് ചെയ്തത്? 20,000 രൂപ പ്രൈസ് ആയെങ്കിൽ കൂടെ തരക്കേടൊന്നും ഇല്ലായിരുന്നു. ഒരു 5G വേരിയൻ്റ് ആണ്. 5G അല്ല കാര്യം, കുറച്ചുകൂടെ ബെറ്റർ ചിപ്സെറ്റ് നമുക്ക് ഡയമൻസിറ്റി 800U ഒക്കെ റിയൽമി X7 കൊടുത്തിട്ടുണ്ടായിരുന്നു, നാർസോ 30 പ്രോയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിപ്സെറ്റൊക്കെ വെച്ചിട്ടാണ് റിയൽമി 8 പ്രോ ഇറങ്ങിയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ഡീൽ തന്നെയാണ് എന്ന് തന്നെ പറയാനുള്ളൂ. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ഒക്കെ ആയിട്ട് കോമ്പറ്റീഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരു അപ്ഗ്രേഡും ഇല്ലാതെ ഇങ്ങനെ ഒരു ഫോൺ ഇറക്കിയിട്ട് കാര്യമില്ല. അതൊന്നും പോരാതെ ഇപ്പോൾ 5G വേരിയൻറ്റും കൂടെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ഈ റിയൽമി 8 പ്രോ ഒക്കെ വാങ്ങാൻ നിൽക്കുന്നത്? റിയൽമി 8 ആയാലും റിയൽമി 8 പ്രോ ആയാലും അതിൻ്റെയൊക്കെ 5G വേരിയൻറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഇതിനൊക്കെ. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ റിയൽമി 8 പ്രോയും റിയൽമി 8ഉം നമ്മുടെ റിയൽമിയുടെ നിന്നൊരു ഹാഫ് ബേക്ക്ഡ് എഫേർട്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വലിയ ഒരു അപ്ഗ്രേഡും പ്രത്യേകിച്ചൊരു അപ്ഗ്രേഡും പറയാനില്ല. ക്യാമറയുടെ കാര്യത്തിലുള്ള അതൊരു 108 MP കാര്യം, 108 MP എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ട് മാത്രം വിൽക്കാൻ പറ്റുമോ ഈ ഒരു ഫോൺ? അതും ഇതേ 108 MP ക്യാമറ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന് ലഭിക്കുന്നുണ്ട്. അതിൽ പക്ഷേ ഈ 108 MP ക്യാമറ മാത്രമല്ല ലഭിക്കുന്നത്, ബാക്കിയുള്ള 120 Hz AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്, Snapdragon 732G ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ അപ്ഗ്രേഡ്സ് അവർ നടത്തിയിട്ടുണ്ട് അവരുടെ കഴിഞ്ഞ ജനറേഷനിൽ നിന്നും കമ്പയർ ചെയ്ത് പുതിയ നോട്ട് 10 പ്രോ മാക്സിലോട്ട് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോണുകൾ ഇപ്പം തന്നെ എടുക്കാതിരിക്കുക. റിയൽമി 8 പ്രോ ആണ് എടുക്കാൻ നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോക്കോ X3 പ്രോയ്ക്കും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റിയൽമി 8നെ കുറിച്ചുള്ള വീഡിയോ. റിയൽമിയുടെ ഫാൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കാൻ തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. എന്തുകൊണ്ടാണ് നിങ്ങൾ റിയൽമി 8 പ്രോ വാങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ റിയൽമി 8 വാങ്ങാൻ പോകുന്നത് എന്നത്. അതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഇനി അടുത്ത ജനറേഷനിൽ ഒരു മാറ്റമെങ്കിലൊക്കെ കൊണ്ടുവരുമോ? അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.